അപ്പോൾ നമ്മൾ ഫാമിലി ലോ 2 ആണ് തുടങ്ങാൻ പോണത്. അപ്പോൾ ഈ ഫാമിലി ലോ 2 പഠിക്കുമ്പോൾ ഒരു ഓർഡറിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ആദ്യം ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. ഈ ഹിന്ദു, ക്രിസ്ത്യൻ ആദ്യം പഠിക്കാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം ലോ വെച്ച് നോക്കുമ്പോൾ ഹിന്ദുവും ക്രിസ്ത്യനാണ് കുറച്ച് സിമ്പിൾ. നമുക്ക് എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മുസ്ലിം നല്ലവണ്ണം മനസ്സിലായിട്ടുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യാനല്ലേ നോക്കണത്, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഹിന്ദു, ക്രിസ്ത്യൻ ഇത് തറവായിട്ട് പഠിച്ചാൽ നമുക്ക് എന്തായാലും പ്രോബ്ലം നല്ല രീതിക്ക് ഫുൾ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഈ ഓർഡറിൽ നോക്കുക. അപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഹിന്ദു സക്സഷൻ ആക്ട് 1956 കുറിച്ചാണ് പഠിക്കാൻ പോണത്. അപ്പോൾ ഈ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഇൻ ഇന്ത്യ ദ ലോ റിലേറ്റിംഗ് ടു സക്സഷൻ ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഹിന്ദുസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഹിന്ദു സക്സഷൻ ആക്ട് 1956. അതായത് ഇന്ത്യയിൽ മെയിലും ഫീമെയിലിനെയും ഇവരുടെ പ്രോപ്പർട്ടീസിൻ്റെ അത് മൂവബിൾ ആവാം ഇമ്മൂവബിൾ ആവാം അതിൻ്റെ ആ ഒരു സക്സഷൻ ഇല്ലേ അതിൻ്റെ ലോ റിലേറ്റ് ചെയ്യുന്നത് ഹിന്ദു സക്സഷൻ ആക്ട് 1956 പറയണത്. ആൻഡ് ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ എ യൂണിഫോം ലോ ആപ്ലിക്കബിൾ ടു ഇൻഡർസ്റ്റേറ്റ് സക്സഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ഹിന്ദുസിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ആ ഒരു സക്സഷനിൽ ഒരു യൂണിഫോം ലോ ആണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആകുന്നത്. ആൻഡ് ദ ആക്ട് ഓൾസോ കൺഫേഴ്സ് പവർ ഓഫ് ടെസ്റ്റമെൻ്ററി ഡിസ്പോസിഷൻ അപ്പോൺ ഹിന്ദുസിനെ ഒരു ലോഫുള്ളി ആയിട്ട് ഒരു പവർ കൺഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഹിന്ദു സക്സഷൻ ആക്ട് 1956 ഫസ്റ്റ് ലോ കൊണ്ടുവന്നത്. അതിനുശേഷം അമെൻമെൻറ്റ് വരുത്തി 2005. അതിനുശേഷം നമ്മൾ ഹിന്ദു സക്സഷൻ ആക്ട് 2005 എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 2005 ശേഷമുള്ള കാര്യങ്ങളാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. കാരണം നമുക്ക് കുറേ പ്രോബ്ലം ചോദിക്കും. അതായത് 1956 മുമ്പ് നടന്ന കാര്യങ്ങൾ 2005 ചെയ്യാൻ നേരത്ത് എന്ത് പറ്റും, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇനി പറയണത് ലോ റിലേറ്റിംഗ് ടു ഇൻഡർസ്റ്റേറ്റ് സക്സഷൻ ഓഫ് ഹിന്ദുസ് ക്യാൻ ബി സ്റ്റഡീഡ് അണ്ടർ ദ ഫോളോയിങ് ഹെഡ്സ്. അപ്പോൾ ഏതൊക്കെ ഹെഡാണ്? ഫസ്റ്റ് തന്നെ ഡെവല്യൂഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കോപ്പേഴ്സണറി പ്രോപ്പർട്ടി, അതായത് ഡോക്ട്രിൻ ഓഫ് നോഷണൽ പാർട്ടീഷൻ വരും. പിന്നെ വന്നത് റൂൾസ് ഓഫ് ഇൻഡർസ്റ്റേറ്റ് സക്സഷൻ ടു ദ പ്രോപ്പർട്ടി ഓഫ് എ മെയിൽ ഹിന്ദു, പിന്നെ റൂൾസ് ഓഫ് ഇൻഡർസ്റ്റേറ്റ് സക്സഷൻ ടു ദ പ്രോപ്പർട്ടി ഓഫ് എ ഫീമെയിൽ ഹിന്ദു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡോക്ട്രിൻ ഓഫ് നോഷണൽ പാർട്ടീഷൻ നോക്കാം. അപ്പോൾ ഡെവല്യൂഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കോപ്പേഴ്സണറി പ്രോപ്പർട്ടിയിൽ പറയണത് എ ഡിസീസ്ഡ് കോപ്പേഴ്സണർ ഓഫ് എ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി മേ ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ കോപ്പേഴ്സണറി പ്രോപ്പർട്ടി അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡെത്ത് ആൻഡ് ഓൾസോ സെൽഫ് അക്വേർഡ് പ്രോപ്പർട്ടി. Then the question of succession of his interest in the co-personary property and the self-acquired property would arise. അതായത് ഒരു ജോയിൻ്റ് ഹിന്ദു ഫാമിലിയിലുള്ള ഒരു മരിച്ചുപോയ ഒരു വ്യക്തിക്ക് അയാൾക്ക് ആ ഒരു കോപ്പേഴ്സണറി പ്രോപ്പർട്ടിയിലും അതേപോലെ തന്നെ അയാൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ പ്രോപ്പർട്ടിയിലൊക്കെ അയാൾക്കുടെ ഒരു മരണസമയത്ത് അയാൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. സോ ഇവിടെ വന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഇതെന്ന് ക്വസ്റ്റ്യൻ ഓഫ് സക്സഷൻ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ കോപ്പേഴ്സണറി പ്രോപ്പർട്ടി ആൻഡ് സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി വുഡ് അറൈസ്. അതായത് ആ ഒരു വ്യക്തി മരിച്ചല്ലോ, അപ്പോൾ അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പ്രോപ്പർട്ടിയിലും അതേപോലെ തന്നെ ഒരു ജോയിൻറ്റ് ഹിന്ദു ഫാമിലിയിൽ അയാൾക്ക് കിട്ടേണ്ട ആ ഒരു കോപ്പേഴ്സണറി പ്രോപ്പർട്ടിയുടെ അവകാശത്തിന് ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്ത് വരും. സോ അതാണ് ഈ ഡോക്ട്രിൻ ഓഫ് നോഷണൽ പാർട്ടീഷനിൽ നമ്മൾ നോക്കാൻ പോണത്. അതായത് സെക്ഷൻ 6 ഓഫ് ദ ഹിന്ദു സക്സഷൻ ആക്ട് ഡീൽ ചെയ്യുന്നത് ഡെവല്യൂഷൻ ഓഫ് അൺഡിവൈഡഡ് ഇൻട്രസ്റ്റ് ഓഫ് എ മെയിൽ മെമ്പർ ഓഫ് മിതാക്ഷര കോപ്പേഴ്സണറി ഓൺ ഹിസ് ഡെത്ത്. അതായത് ഒരു മിതാക്ഷര കോപ്പേഴ്സണറിയിലുള്ള ഒരു മെയിൽ മെമ്പറിൻ്റെ മരണത്തിന് ശേഷം ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു അൺഡിവൈഡഡ് ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു ഡെവല്യൂഷൻ അതായത് പാർട്ടീഷനെ കുറിച്ച് അറൈസ് ചെയ്യുന്നതാണ് സെക്ഷൻ 6 ഓഫ് ദ ഹിന്ദു സക്സഷൻ ആക്ടിൽ പറയണത്. പിന്നെ സെക്ഷൻ 8 to 13 ഡീൽ ചെയ്യുന്നത് റൂൾസ് ഓഫ് ഇൻഡർസ്റ്റേറ്റ് സക്സഷൻ ആപ്ലിക്കബിൾ ടു ദ സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി ഓഫ് എ മെയിൽ ഹിന്ദു വെദർ ഹീസ് എ കോപ്പേഴ്സണർ ഓർ നോട്ട്. ഒരു മെയിൽ ഹിന്ദു അയാൾ കോപ്പേഴ്സണർ ആവാം അല്ലെങ്കിൽ അല്ല. സോ അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പ്രോപ്പർട്ടിയുടെ ആ ഒരു ഇൻഡർസ്റ്റേറ്റ് സക്സഷൻ ആ ഒരു സക്സഷനെ കുറിച്ചാണ് സെക്ഷൻ 8 തൊട്ട് 13 വരെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 6 എന്താ പറയണത്? ഒരു മിതാക്ഷര കോപ്പേഴ്സണറിയിലുള്ള മെയിൽ മെമ്പർ മരിച്ചു കഴിയുമ്പോൾ അയാൾക്കുടെ അൺഡിവൈഡഡ് ഇൻട്രസ്റ്റിൻ്റെ ഒരു ഡെവല്യൂഷൻ അതായത് ആ ഒരു ഇൻഡർസ്റ്റേറ്റ് സക്സഷൻ ആണ് വരുന്നത്. 8 to 13 അയാൾ സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടിയുടെയാണ് പറയണത്.
പിന്നെ പറയാനുണ്ട് സെക്ഷൻ 6 ഹിന്ദു സക്സഷൻ ആക്ടിലെ അമെൻമെൻറ്റ് ആക്ട്, അതായത് 2005 അമെൻമെൻറ്റ് ആക്ടിലാണ് സെക്ഷൻ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അതായത് കൊണ്ടുവന്നത് എന്നാണ് പറയണത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ 2005 ശേഷമുള്ള കാര്യം നോക്കാനായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ 1956 മുൻപ് വരെ പെൺമക്കൾക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല ഈ കോപ്പാഴ്സണറി പ്രോപ്പർട്ടിയിൽ. പക്ഷേ ആഫ്റ്റർ 2005 അമെൻമെൻറ്റിന് ശേഷം ഇവിടെ പറയുന്നുണ്ട്, അതായത് ബൈ വിർച്യൂ ഓഫ് ദി ന്യൂലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് സെക്ഷൻ ഫ്രം 9/9/2005 in a joint Hindu family governed by the Midakshara law, the daughter of a co-parsoner shall by birth becomes a co-parsoner in her own right in the same manner as the son. അതായത് ആ ഒരു പെൺകൊച്ചിന് അവിടെയുള്ള ഒരു ആൺകൊച്ചിന് എന്ത് അവകാശമാണോ ഉള്ളത് ആ സെയിം റൈറ്റ് തന്നെ ആ പെൺകൊച്ചിനും കിട്ടുന്നു ആ ഒരു പ്രോപ്പർട്ടിയിൽ. എന്തിന് ശേഷമാണ്? ആഫ്റ്റർ 2005 അമെൻമെൻറ്റ് ആക്ടിന് ശേഷമാണ് ഈ ഒരു അവകാശം കിട്ടണമെന്നാണ് പറയണത്. പിന്നെ പറയണത് ബൈ വിർച്യൂ ഓഫ് സെക്ഷൻ 6 clause 3 ഓഫ് ദ ആക്ട് where a Hindu dies after 9/9/2005, his interest in the property of a joint Hindu family governed by the Midakshara law shall not devolve by survivorship. അതായത് നമ്മൾ സെക്ഷൻ 6 എന്താ പറഞ്ഞത്, ഒരു ഹിന്ദു മേൽ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്കുടെ അൺഡിവൈഡഡ് ഇൻട്രസ്റ്റ്, അതായത് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കാത്ത ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു സക്സഷനെ കുറിച്ചാണ് പറയുന്നത്. ബൈ വിർച്വൽ സെക്ഷൻ 6 clause 3 അനുസരിച്ചിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹിന്ദു മെയിൽ മരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സർവൈവർഷിപ്പിൽ കൊടുക്കാൻ പറ്റില്ല, അതായത് സർവൈവ് ചെയ്യണ ആൾക്കാർക്ക് വീതിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. അതെങ്ങനെ കൊടുക്കണമെന്നാണ് പറയണത്? ഇറ്റ് ഷാൽ ഡിവോൾവ് ബൈ ടെസ്റ്റമെൻ്ററി, അതായത് ലോഫുൾ or intestate succession as per the provision of the act as if it is his self-acquired property. Thus his interest in the family property is to be identified and the property so identified so be divided among his legal heirs as if it is his self-acquired property. അയാൾക്കുടെ സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ ആ ഒരു കോപ്പാഴ്സണറി പ്രോപ്പർട്ടിയും ഒരിക്കലും സർവൈവർഷിപ്പിലുള്ള ആൾക്കാർക്ക് കൊടുക്കരുത്. ആ മരിച്ച വ്യക്തിയുടെ ലീഗൽ ഹയേഴ്സ്, അതായത് അവരുടെ അവകാശികളില്ലേ ലീഗൽ ഹയേഴ്സ്, അവർക്ക് വെച്ച് കൊടുക്കണമെന്നാണ് പറയണത്. ഒരിക്കലും ആ ഒരു കോപ്പാഴ്സണറി പ്രോപ്പർട്ടി സർവൈവർഷിപ്പിന് കൊടുക്കരുത് എന്നാണ് ഈ 2005 ശേഷം പറയണത്.